ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഫേസ് വാഷിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നുണ്ട്, ചേച്ചി ഫേസ് വാഷും ഷാമ്പൂൻ്റെയൊക്കെ വീഡിയോ ഒന്ന് ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്താണേലും ഇന്ന് ഈ ഒരു എട്ട് ഫേസ് വാഷ് എനിക്ക് ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ ഞാനത് അതിന് ചെയ്തപ്പോഴത്തേനും അപ്പോൾ വീഡിയോ പിടിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണേലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. സോപ്പൊക്കെ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരു ഇൻകം കൂടെ വന്നാൽ നല്ലതല്ലേ. നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾക്ക് തന്നെ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു സാധനങ്ങളും കൂടെ നമുക്ക് അവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാർക്ക് കൊടുക്കാനും മറക്കല്ലേ. അപ്പം ഞാനിവിടെ ഫേസ് വാഷിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 1/2 കിലോയുടെ ബേസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1/2 കിലോ ബേസ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. നല്ല കട്ടിയുള്ള ബേസാണ്, നല്ല ബേസാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ബേസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഷാമ്പൂൻ്റെ ബേസോ അല്ലെങ്കിൽ ഫേസ് വാഷിൻ്റെ ബേസോ സോപ്പ് ബേസും അങ്ങനെയുള്ള സോപ്പ് ബേസ് എന്ന് വെച്ചാൽ എല്ലാ ബേസുകളും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ സ്മെല്ല് ഫ്രാഗ്രൻസ് ഓയിലുകളും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്ന DM വാട്ടറാണ്. അപ്പോൾ 1/2 കിലോ നമ്മൾ 1/2 കിലോയാണ് എടുത്തിട്ടുള്ളത് അത് ബേസ്. അപ്പോൾ അതിലേക്കൊരു 200 ml DM വാട്ടർ ആഡ് ചെയ്യാം. 200 ml കേട്ടോ. 1/2 കിലോയ്ക്ക് 200 ml. അപ്പോൾ DM വാട്ടറൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇത് പതയൊക്കെ കാണും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴത്തേനും അതൊക്കെ ആ പതയൊക്കെ മാറിപ്പോക്കോളും. അപ്പം ഞാനിത് വൈകിട്ടാണ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ എല്ലാ സാധനങ്ങളും വൈകിട്ടാണ് ചെയ്യുന്നത്. കുഞ്ഞു ഉറങ്ങി കഴിയുമ്പോഴാണ് ഇതെല്ലാം ചെയ്ത് വെക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ബേസിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അലോവേരയുടെ എക്സ്ട്രാക്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കിലോ ബേസ് ആണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോയ്ക്ക് നമ്മൾ എത്ര ml അലോവേര എക്സ്ട്രാക്റ്റ് എടുക്കുന്നതെന്ന് കറക്റ്റായിട്ട് കണ്ടോണം കേട്ടോ. അപ്പോൾ ഞാനൊരു 25 ml ആണ് എക്സ്ട്രാക്റ്റ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1 കിലോയ്ക്ക് 50 ml കേട്ടോ അലോവേര എക്സ്ട്രാക്റ്റ്. അപ്പോൾ കണക്ക് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എഴുതിയെങ്കിലും വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നീമിൻ്റെ എക്സ്ട്രാക്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് പിമ്പിൾസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫേസ് വാഷാണല്ലോ. അപ്പോൾ നമുക്ക് നീമും തുളസിയുടെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നീം ഒരു 10 ml. അപ്പം 1 കിലോയ്ക്ക് 20 ml. ഇനി നമുക്ക് തുളസിയുടെയും കൂടെ ഒഴിച്ച് കൊടുക്കണം. തുളസി ഒരു 5 ml മതി കേട്ടോ. 5 ml തുളസിയുടെ എക്സ്ട്രാക്റ്റ്. അപ്പോൾ ഈ ഒരു എക്സ്ട്രാക്റ്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി മഞ്ചിഷ്ടയുടെ എക്സ്ട്രാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം. അതും നമുക്ക് സ്കിന്നിന് നല്ലതാണ്. നമ്മളുടെ ഈ ഒരു ഫേസ് വാഷ് മാത്രം മതി നമുക്ക് ഫേസ് നല്ല ക്ലീൻ ആയിട്ട് നല്ല സെറ്റായിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഇങ്ങനത്തെ ഡ്രോപ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 തുള്ളി ഒരു 0.5 ഗ്രാം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കിലോയ്ക്ക് 1 ഗ്രാം അങ്ങനെയുള്ള കണക്ക് കേട്ടോ. അപ്പം നമ്മളുടെ കയ്യിൽ പിന്നെ ഇങ്ങനത്തെ ഗുളികകളൊക്കെ ആണെങ്കിൽ അതൊരു 1/2 കിലോയ്ക്ക് ഒരു 5 അല്ലെങ്കിൽ 4 ഒക്കെ നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാവേ. അപ്പോൾ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്നൊന്നും മിക്സ് ആവില്ല, കാരണം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്. നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അപ്പോഴാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിക്ക് ഫോമായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇത് ഇച്ചിരി കൂടെ ഒന്ന് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 50 ml DM വാട്ടറും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൽ മറ്റേ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് വേറെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. 50 ml കൂടെ നമുക്ക് ഫേസ് വാഷിന് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടോ, നല്ല ഫോമാണ്, നല്ല തിക്കായിട്ടുള്ള ഫോമാണ്. ഞാൻ ഈ ഒരു രീതിയിൽ കറക്റ്റ് നമ്മൾ ഫേസ് വാഷ് ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഈ ഒരു കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസായിട്ട് ഇച്ചിരി കൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടെ നമുക്കൊരു ഒരു കുറച്ചുകൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി കൂടെ ഒരു ലാഭം കിട്ടും നമ്മളുടെ ഈ ഒരു ഫേസ് വാഷിന് കേട്ടോ. അപ്പം ഇനി ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കളേഴ്സ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളറാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്ത് കളർ ഉണ്ടെങ്കിലും കേട്ടോ, നല്ല കളേഴ്സൊക്കെ യൂസ് ചെയ്യുക.
അത്യാവശ്യം നമ്മളുടെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു റേറ്റിൽ നമുക്ക് വിൽക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതുണ്ട് കുറച്ചുകൂടെ കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിപ്പം തുളസിയുടെ ഒക്കെ ആണല്ലോ ചെയ്യുന്നത്, നീമൊക്കെ ഒരു ഈ കളറാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളറിൽ ചെയ്യുന്നത്. അപ്പം മറ്റുള്ള ചെയ്യുന്ന ഇപ്പോൾ റോസിൻ്റെ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു കളർ വരുന്ന റോസ് കളറൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഫേസ് വാഷിന് നിങ്ങൾ ചെയ്യുന്ന ഒരു ഫേസ് വാഷിനനുസരിച്ച് കളേഴ്സും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഒരു തിക്ക് ഫോമിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു 50 ml കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു തിക്നെസ് മതി എൻ്റെ ഒരു ഫേസ് വാഷിന്. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ ഒഴിച്ചപ്പോൾ കണ്ടല്ലേ ഒരു ലൈറ്റ് ഗ്രീൻ കളർ, അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബേസിൻ്റെ കളർ കേട്ടോ. നമ്മുടെ ഈ ഫേസ് വാഷിൻ്റെ കളറ് നല്ല പതയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. തുള്ളി എടുത്തിട്ട് ഫേസിൽ ആഡ് ചെയ്താൽ മാത്രം മതി. നല്ല പതയുണ്ട്, അതുപോലെ തന്നെ നല്ല റിസൾട്ടുമാണ്. ഇനി ഞാനിത് ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് സ്മെല്ലാണ്. നമുക്ക് ഏത് സ്മെല്ല് വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടുന്ന സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ പറയില്ല ഒരു 5 ml മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ 1 കിലോയ്ക്ക് എത്ര ആഡ് ചെയ്യണം? 10 ml കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് രാവിലെ ആയപ്പോഴത്തേനും ഇതുണ്ട്, അതിൻ്റെ ഒരു ഫോം കണ്ട് നല്ല പതയൊക്കെ മാറി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കറക്റ്റ് ഈ ഒരു കാണുന്നത്രയും പച്ച കളറൊന്നും നമ്മുടെ കയ്യിൽ ഈ ഷാമ്പൂന്ന് എപ്പോഴും ആയി വരും, ഈ ഒരു ഫേസ് വാഷ് എടുക്കുമ്പം കിട്ടില്ല കേട്ടോ. കണ്ടോ, ഇത് കോരി വരുമ്പോഴത്തേനും ഒരു ലൈറ്റ് കുറച്ച് ഗ്രീൻ കളർ മാത്രമേ ഇതിൽ കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ എത്തിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് ചോദിക്കാം, മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ എല്ലാവർക്കും തന്നെ ഇതിന് മറുപടി അല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വിളിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുണ്ടോ നല്ലപോലെ നമുക്ക് നമ്മുടെ കുപ്പിയിലൊക്കെ പാക്ക് ചെയ്ത് വെക്കാം. ഇതുപോലത്തെ ബോട്ടിൽസും നമുക്ക് അവൈലബിൾ ആണ്, വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഷാമ്പൂൻ്റെയോ ഫേസ് വാഷിൻ്റെയോ അതുപോലെ ക്രീമിൻ്റെ ഒക്കെ ബോട്ടിൽസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രീമുകളും ജെല്ലുകളും അതുപോലെ തന്നെ നമ്മളുടെ സ്ക്രബുകളും ഫുഡ് ക്രീമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്മളുടെ കോൺടാക്ട് ചെയ്തോളൂ, നമ്മൾ എത്തിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ അയച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇനി സോപ്പ് ബേസും അതുപോലെ തന്നെ ജെല്ലുകൾ, അലോവേര ജെല്ലോ ലാവൻഡർ ജെല്ല്, പപ്പായ, ഓറഞ്ച്, നീമിൻ്റെയൊക്കെ ജെല്ലുകളും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ആ ഒരു റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ബേസുകളൊക്കെ നല്ല ബേസുകളും ഫസ്റ്റ് ക്വാളിറ്റി ബേസുകളൊക്കെ ഉണ്ട്. എല്ലാത്തരം ബേസുകളും അവൈലബിൾ ആണ്. ഷാമ്പൂ ബേസും ഫേസ് വാഷിൻ്റെ ബേസും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതുണ്ടോ ഈ ഒരു ബോട്ടിലിൽ ഫുൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓർഡർ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അത് അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫുൾ പാക്ക് ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.